മക്കളെ, നീറ്റ് 2025 രജിസ്റ്റർ ചെയ്ത ഒരുപാട് കുട്ടികൾക്ക് ചെറിയ ചെറിയ എററുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് പേര് ചോദിച്ച കാര്യങ്ങളാണ്, എനിക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുന്നു, നിലവിൽ കറക്ഷൻ ടൈം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കറക്ഷന്റെ ഒരു നോട്ടിഫിക്കേഷൻ മുമ്പ് പറഞ്ഞിരുന്നു, ഇപ്പൊ വീണ്ടും ഒരു റിമൈൻഡർ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. അതായത് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്തൊക്കെ കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റൂ. അതിൽ എറർ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ അത് ലീവ് ചെയ്യുക. നിങ്ങളുടെ അപ്ലിക്കേഷനിൽ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. അത് പിന്നീട് ഇനി അതല്ല, നിങ്ങൾ ഒരു NCL സബ്മിറ്റ് ചെയ്തത് അല്ലെങ്കിൽ NCL കൊടുത്തത് മാറിപ്പോയി, അതൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമല്ല. അതൊക്കെ നമുക്ക് വീണ്ടും സമയം തരികയോ അല്ലെങ്കിൽ അലോട്ട്മെന്റിന്റെ സമയത്ത് നമുക്ക് ആ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുകയോ ചെയ്യാം. അതിൽ പേടിക്കേണ്ടതില്ല. ഇപ്പൊ നിലവിൽ ഇവിടെ കറക്ഷൻ തന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ കറക്ഷന് വേണ്ടി തന്നിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് മാത്രം നിങ്ങൾ കറക്റ്റ് ചെയ്താൽ മതി. ബാക്കി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എക്സാം എഴുതുന്നതുമായിട്ട് അതിലൊരു തടസ്സങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇനി നമ്മൾ ആ നോട്ടിഫിക്കേഷനിലേക്ക് വരും. അപ്പൊ നീറ്റ് UG 2025 കറക്ഷൻ ഫെസിലിറ്റിയെ കുറിച്ചാണ്. അപ്പൊ ആദ്യം തന്നെ ശ്രദ്ധിക്കാം, ഇറ്റ് ഈസ് വൺ ടൈം കറക്ഷൻ എന്ന് പറഞ്ഞാൽ വൺസ് നിങ്ങൾ ലോഗിൻ ചെയ്ത് ഇതിലൊരു കറക്ഷൻ വരുത്തി സേവ് ആൻഡ് സബ്മിറ്റ് കൊടുത്ത് പുറത്തു വന്നാൽ പിന്നെ നിങ്ങൾക്ക് പറ്റില്ല. ഒരൊറ്റ പ്രാവശ്യം കറക്റ്റ് ചെയ്യാൻ പറ്റൂ. ആ ഒരു അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണമെങ്കിലും കറക്റ്റ് ചെയ്യാം. പക്ഷെ ഇത് വൺ ടൈം കറക്ഷൻ ആണ്. ഒരു പ്രാവശ്യം കറക്റ്റ് ചെയ്തിട്ട് പിന്നെ കൺഫർമേഷൻ പേജ് എടുത്ത് ഇനി ഒരു തിരുത്തൂടുണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, വൺ ടൈം കറക്ഷൻ ആണ്. അതിന്റെ സമയം നോക്കുക, മാർച്ച് 9, 10, 11 തീയതികളിൽ ഈ 3 ദിവസങ്ങളായിട്ടാണ് കറക്ഷൻ ഉള്ളത്. മാർച്ച് 9-ാം തീയതി തുടങ്ങി 10-ാം തീയതി 11-ാം തീയതി വരെ അതിന് സമയം ഉണ്ടാവും. അപ്പൊ അത് എൻഡിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ആദ്യ 2 ദിവസങ്ങളിൽ തന്നെ കറക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി എന്തൊക്കെ കറക്റ്റ് ചെയ്യാം? ആദ്യത്തെ നോക്കുക, ക്യാൻ ചേഞ്ച് എനിവൺ. ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒന്നേ നിങ്ങൾക്ക് തിരുത്താൻ പറ്റൂ. ഒന്നുകിൽ നിങ്ങൾക്ക് ഫാദറിന്റെ പേരിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ തിരുത്താം, ക്വാളിഫിക്കേഷൻ തിരുത്താം, ഓക്യുപ്പേഷൻ തിരുത്താം. ഇതിൽ എന്തെങ്കിലുമൊക്കെ എറർ നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താവുന്നതാണ്. അതല്ലെങ്കിൽ അമ്മയുടെ പേര്, ക്വാളിഫിക്കേഷൻ, ഓക്യുപ്പേഷൻ, ഇതിൽ ഏതെങ്കിലും ഒന്നേ പറ്റൂ. ഇത് രണ്ടും കൂടെ തിരുത്താൻ പറ്റില്ല. ഫാദറിന്റെ ഡീറ്റെയിൽസ് തിരുത്താം, അല്ലെങ്കിൽ മദറിന്റെ ഡീറ്റെയിൽസ് തിരുത്താം. ഇതിൽ ഏതെങ്കിലും ഒന്നേ തിരുത്താൻ പെർമിഷൻ ഉള്ളൂ. റൈറ്റ്. ഇനി അടുത്തെന്താ, ക്യാൻ ചേഞ്ച് ഓൾ. ഇതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. ഏതൊക്കെ? നിങ്ങളുടെ 10th +2 ഡീറ്റെയിൽസ്, നിങ്ങൾ മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ കൊടുത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂളിന്റെ പേര്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. 10ന്റെയും പറ്റും, +2ന്റെയും പറ്റും. ഇനി സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി, നിങ്ങൾ കേരളയിട്ട് ആണ്, പക്ഷെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന വേറൊരു സ്റ്റേറ്റ് ആണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തിരുത്താം. കാറ്റഗറി തിരുത്താം. ഇപ്പൊ നിങ്ങൾ ജനറൽ ആണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് EWS ഡോക്യുമെന്റ് കിട്ടി, നിങ്ങൾക്ക് EWS ആക്കാം. EWS ആണ് കൊടുത്തിരിക്കുന്നത്, കിട്ടിയില്ല, നിങ്ങൾക്ക് ജനറൽ ആക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കാറ്റഗറി തിരുത്താം. സബ് കാറ്റഗറി തിരുത്താം. ഇപ്പൊ നിങ്ങൾ OBC ആണ്, നിങ്ങൾ NCL എന്ന് കൊടുത്തില്ല, NCL എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ ഫിസിക്കൽ ഡിസബിലിറ്റി നിങ്ങൾ മെൻഷൻ ചെയ്തിരുന്നില്ല, നിങ്ങൾക്ക് അത് ഉണ്ട്, തിരുത്താം. ഇനി അതല്ല നിങ്ങൾ ഉണ്ട് എന്നാണ് കൊടുത്തത്, നിങ്ങൾക്ക് അതില്ല, അതും തിരുത്താം, ഒക്കെ തിരുത്താം. അപ്പൊ കാറ്റഗറി തിരുത്താം, സബ് കാറ്റഗറി തിരുത്താം. നിങ്ങളുടെ സിഗ്നേച്ചറിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതും തിരുത്താം. ഫോട്ടോ ഇല്ല, സിഗ്നേച്ചർ മാത്രം. ഇനി നമ്പർ ഓഫ് അറ്റംപ്റ്റ്, ഇത് ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ്. തെറ്റി 2 എന്ന് കൊടുത്തു, 3 എന്ന് കൊടുത്തു, ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തിരുത്താവുന്നതാണ്. ഇനി അടുത്ത് എന്താണ്? ഈ തിരുത്താവുന്നത് ബേസ്ഡ് ഓൺ അഡ്രസ് മാത്രമാണ്. അതായത് അഡ്രസ്സിന്റെ ബേസിൽ മാത്രം നിങ്ങൾക്ക് എക്സാം സിറ്റി ചൂസ് ചെയ്യുമ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു അഡ്രസ് ഉണ്ടെങ്കിലേ കേരളത്തിൽ സെന്റർ വയ്ക്കാൻ പറ്റൂ, തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും ഒരു അഡ്രസ് ഉണ്ടെങ്കിലേ തമിഴ്നാട്ടിൽ സെന്റർ വയ്ക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സിനോ പെർമനന്റ് അഡ്രസ്സിനോ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാം സിറ്റി ചൂസ് ചെയ്യാം. ഓക്കെ. നിങ്ങളുടെ 2 അഡ്രസ്സും കേരളത്തിലാണ്, നിങ്ങൾക്ക് വേറൊരു സെന്റർ കൊടുക്കാം എന്നതിന് അർത്ഥമില്ല. ഇത് ബേസ്ഡ് ഓൺ അഡ്രസ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും ഒരു അഡ്രസ് ഉണ്ടെങ്കിൽ ആ സംസ്ഥാനത്ത് എഴുതാം. റൈറ്റ്. ഇനി മീഡിയം ഓഫ് എക്സാമും അതുപോലെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഇംഗ്ലീഷും മലയാളവും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വേണമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പോയി നോർത്ത് ഇന്ത്യയിൽ എവിടെയും സെന്റർ കൊടുക്കാൻ പറ്റൂല, കാരണം ഇംഗ്ലീഷ് മലയാളം നിങ്ങൾക്ക് കേരളത്തിലും ലക്ഷദ്വീപിലും മാത്രമേ കിട്ടൂ. ഓക്കെ. ഇനി നേരെ തിരിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയും പ്രശ്നമില്ല കേട്ടോ. അപ്പൊ മീഡിയം നിങ്ങൾക്ക് തിരുത്തണമെങ്കിൽ തിരുത്താം, അതും അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ എക്സാം സിറ്റിയും എക്സാമിന്റെ മീഡിയവും നിങ്ങളുടെ അഡ്രസ്സിനനുസരിച്ചാണ് തിരുത്താൻ പറ്റുള്ളൂ എന്ന് മാത്രം. അപ്പൊ നോക്കുക, ചിലതിൽ ഒന്നേ തിരുത്താൻ പറ്റൂ, ചിലതിൽ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാം തിരുത്താം. ഇതില് നിങ്ങൾക്ക് അഡ്രസ്സിനനുസരിച്ച്, ഇതല്ലാതെ ഒന്നും തിരുത്താൻ പറ്റൂല. അപ്പൊ തിരുത്താവുന്നതിന്റെ ഒരു ലിസ്റ്റ് അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് തിരുത്താൻ പറ്റുക. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇതല്ലാത്ത എന്ത് തെറ്റുകൾ ഉണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഡോക്യുമെന്റ് മാറിപ്പോയി, അതൊക്കെ നമുക്ക് പിന്നീട് തിരുത്താൻ സമയം തരും, അല്ലെങ്കിൽ അലോട്ട്മെന്റിന്റെ സമയത്ത് നമുക്ക് അതിന്റെ ബാക്കി പ്രൊസീജിയർ ചെയ്യാവുന്നതാണ്. അപ്പൊ നിലവില് ഈ കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നീറ്റിന്റെ സർക്കുലറിലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതല്ലാതെ മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ
മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.